ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നു. പുതുതായിട്ട് MBBSന് അവിടെ ബാച്ച് വന്നു. ഈ ബാച്ച് 50 പേരുടെ ഒരു ബാച്ചായിരിക്കും ഒരു വർഷം തുടങ്ങുക. അതിൽ തന്നെ ഏതാണ്ട് 40-ലധികം വിദ്യാർത്ഥികൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് അവിടുത്തെ ഹിന്ദു സംഘടനകളെ വല്ലാതെ അസ്വസ്ഥരാക്കി അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നതൊക്കെ കേൾക്കുന്നില്ലേ? അതെ, അതായത് ശരിക്കും അങ്ങനെ ഈ ഓൾ ഇന്ത്യ എൻട്രൻസ് ഒക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ കുട്ടിക്കൊക്കെ കാശ്മീരിലൊക്കെ പോയി പഠിക്കാവുന്ന വിധത്തിലല്ലേ. പക്ഷെ ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ് കോട്ട മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കെണി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകൾ BJP ഉൾപ്പെടെ ഇതിന് പ്രക്ഷോഭത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ വൈഷ്ണോ ദേവി ക്ഷേത്രം തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ MBBS ബാച്ചിൽ 50 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ബാച്ച്, അതിൽ 42 പേര് മുസ്ലിങ്ങൾ, 7 ഹിന്ദുക്കൾ, 1 സിഖുകാരൻ, ഇങ്ങനെയാണ് 50 പേര് എന്ന് പറഞ്ഞാൽ 90-95% പേരും മുസ്ലിങ്ങൾ ആയിപ്പോയി. ഇതിൻ്റെ പേര് ശ്രീമാത വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് എന്നാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ പേര്. ഇത് വൈഷ്ണോ ദേവി ക്ഷേത്ര ബോർഡ് തുടങ്ങുന്നതാണ്. സാധാരണ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ന്യൂനപക്ഷങ്ങളൊരു മെഡിക്കൽ കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അല്ലേ അവർക്ക് അവരുടേതായ കോട്ടയും കാര്യങ്ങളും ഒക്കെ കിട്ടില്ലേ. പക്ഷെ ഇത് ന്യൂനപക്ഷം അല്ലാത്തത് കൊണ്ട്, ഹിന്ദു ക്ഷേത്രത്തിൻ്റെതായതുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദുക്കൾക്ക് അവിടെ ഒരു പരിഗണനയും കിട്ടാതെ പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ തെരുവില് ഹിന്ദു സംഘടനകളൊക്കെ ഉണ്ട്. റീസി ജില്ലയിലാണിത്, അത്യാവശ്യം ഹിന്ദുക്കളുള്ള ജില്ലയാണത്. അപ്പോൾ BJP യുടെ പ്രതിപക്ഷ നേതാവ് സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ഗവർണർ മനോജ് സിൻഹയെ പോയി കണ്ട് നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രവേശന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണം, പുനരവലോകനം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണർ മനോജ് സിൻഹയോട്. ഹിന്ദു സംഘടനകൾ ഹിന്ദുക്കൾക്ക് മുൻഗണന കിട്ടുന്ന വിധത്തിൽ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു ഹിന്ദുക്കളുടെ ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമാക്കണം എന്നാണ് ആവശ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ഒരു സംസ്ഥാനമാണെങ്കിൽ ഹിന്ദുക്കൾ അവിടെ ന്യൂനപക്ഷമല്ലേ, അവർക്കല്ലേ ന്യൂനപക്ഷാവകാശം. അങ്ങനെ കരുതണം, ഹിന്ദുക്കളെ അവിടെ ന്യൂനപക്ഷമായിട്ട് കരുതണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോ ഉദ്ധംപൂരിലെ BJP MLA RS പതഞ്ച പറഞ്ഞിട്ടുണ്ട്, ഭക്തിയും നിവേദ്യവും വഴി വൈഷ്ണോ ദേവി തീർത്ഥാടകരുടെ ഹിന്ദുക്കൾ കൊടുക്കുന്ന സംഭാവനകൾ കൊണ്ടുണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജാണിത്. ആശുപത്രിയും മെഡിക്കൽ കോളേജുമാണ്. അത് ക്ഷേത്രത്തിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്ഷേത്ര ബോർഡ് ആക്ട്, യൂണിവേഴ്സിറ്റി ആക്ട് ഇതൊക്കെ ഭേദഗതി ചെയ്യണം. ഹിന്ദുക്കളുടെ സംഭാവന കൊണ്ടുണ്ടായ മെഡിക്കൽ കോളേജിൽ മുസ്ലിങ്ങൾ മാത്രം പഠിക്കുക, ഇതൊരു വലിയ വിരോധാഭാസമാണ് എന്നാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത്. അപ്പോൾ യുവ രജപുത്ര സഭ, രാഷ്ട്രീയ ബജ്രംഗ് ദൾ, കൽക്കി മൂവ്മെൻറ്റ് ഒക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ പുതിയ പ്രവേശന പ്രക്രിയ തുടങ്ങണമെന്നാണ് അവരുടെ ആവശ്യം. ഇതിലിപ്പോൾ 50 പേരിൽ ഞാൻ പറഞ്ഞില്ലേ 42 മുസ്ലിം വിദ്യാർത്ഥികൾ, 7 ഹിന്ദുക്കൾ, 1 സിഖ്, ഇങ്ങനെയാണ്. ഇത് സ്വീകാര്യമല്ല എന്ന് ഹിന്ദു സംഘടനകൾ പറയുന്നു. രാഷ്ട്രീയ ബജ്രംഗ് ദൾ പ്രസിഡന്റ് രാകേഷ് ബജ്രംഗി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഇത് മാറ്റണം എന്ന്. ഹിന്ദു സമാജത്തിൻ്റെ ക്ഷേമമാകണം ലക്ഷ്യം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ന്യൂനപക്ഷ സ്ഥാപനമല്ല. ഈ വൈഷ്ണോ ദേവി ക്ഷേത്ര ബോർഡില്ലേ, ബോർഡിന്റെ പ്രസിഡന്റ് അവിടുത്തെ ഗവർണർ മനോജ് സിൻഹ തന്നെയാണ്. ശരി, അദ്ദേഹത്തിന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ കൊണ്ടുപോയി നിവേദനം കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഈ കപടമതേതരവാദികളുടെ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടല്ലോ, ദ വയർ എന്ന് പറഞ്ഞാൽ, ദ വയർ
ഇതിനെ സാധൂകരിക്കുന്ന ഒരു ലേഖനം ഒരു മുസ്ലിം എഴുതിയത് പ്രസിദ്ധീകരിച്ചത് ഞാൻ കണ്ടു. അതിൽ പറയുന്നത് സർക്കാരിൻ്റെ 121 കോടി രൂപ ഈ വൈഷ്ണവ് ദേവി ക്ഷേത്ര ബോർഡിന് സഹായം കിട്ടിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. അതുകൊണ്ട് മുസ്ലിം കുട്ടികൾ തന്നെ അവിടെ പഠിക്കണം എന്നാണ് ദ വയർ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ നവംബർ 26 വന്ന ലേഖനമാണ് അത്. അപ്പോൾ ജഹാംഗീർ അലി എന്ന് പറഞ്ഞൊരുത്തനാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് നോക്കാം. ഈ മാതാ വൈഷ്ണോ ദേവി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിക്ക് പല കാലത്തും മറ്റേ സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് സ്ഥാപനങ്ങൾക്കും കിട്ടുന്നുണ്ട്. 2017 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 2018-19 50 ലക്ഷം രൂപ കിട്ടി. 2019-20 5 കോടി രൂപ കിട്ടി. 2021-22 23 കോടി രൂപ കിട്ടി. ഇങ്ങനെ പിന്നെ 24 കോടി രൂപ കിട്ടി. ഇക്കൊല്ലം 28 കോടി രൂപ ഇങ്ങനെ ബജറ്റിൽ നീക്കി വെച്ചിട്ട് കാശ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ സഹായം ഈ മെഡിക്കൽ കോളേജിന് ഉപയോഗിച്ചിട്ടില്ല. അതാണ് വാസ്തവം. 600 കോടി രൂപ ഹിന്ദു സംഘടനകൾ കൊടുത്തത് വെച്ചിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. 600 കോടി രൂപ ഹിന്ദു സംഘടനകളുടെ സംഭാവനയാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, അതുപോലെ JNK ബോർഡ് ഓഫ് പ്രൊഫഷണൽ എൻട്രൻസ് എക്സാമിനേഷൻസ് പ്രവേശനം, ഇത് ദേശീയ തലത്തിൽ പ്രവേശന പരീക്ഷ ഉണ്ടല്ലോ, ഈ MBBS പ്രവേശന, അതനുസരിച്ചിട്ടല്ല ഇവിടെ കുട്ടികളെ എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. JNK ബോർഡ് ഓഫ് പ്രൊഫഷണൽ എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്തുന്ന പ്രവേശന പരീക്ഷ, ജമ്മു കാശ്മീരിലെ പ്രവേശന പരീക്ഷ, അത് മാത്രം വെച്ചിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിൽ മാത്രമല്ല, ഈ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് മതമനുസരിച്ചിട്ട് സംവരണം പാടില്ല എന്നല്ലേ. മതസംവരണം, മുസ്ലിം സംവരണം എന്ന് പറഞ്ഞാൽ പാടില്ല. കേരളത്തിലുമൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ മുസ്ലിം സംവരണമുള്ളൊരു സംസ്ഥാനമാണ് കേരളം, അല്ലേ? 12% PSCയിലും ഉണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ പല സംസ്ഥാനത്തും ഇല്ല. കാരണം മതസംവരണം ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളിലെ പട്ടികജാതി പട്ടികവർഗത്തിനാണ് സംവരണം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിൽ. എവിടെയാണ് മതസംവരണം ഉള്ളത്? പിന്നീട് ഇത് മുസ്ലിങ്ങൾക്ക്, സിഖുകാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോൺഗ്രസ് സർക്കാരുകൾ ഓരോന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ മതസംവരണം പാടില്ല എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ അതില്ലതാനും. കാരണം മുസ്ലിങ്ങളല്ലേ വാലിയിൽ ഭൂരിപക്ഷം, കാശ്മീരിൽ ഭൂരിപക്ഷം. അപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയിലാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നത്. അതാണ് മുസ്ലിം വിദ്യാർത്ഥികൾ ഇങ്ങനെ വരാൻ കാരണം. ഓൾ ഇന്ത്യ എൻട്രൻസ് പ്രകാരമല്ല, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണിത്. അതേസമയം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, കശ്മീരിൽ തന്നെയുള്ള ബാബ ഗുലാം ഷാ ബാദ്ഷാ യൂണിവേഴ്സിറ്റി, അതിനൊന്നും ന്യൂനപക്ഷ പദവി ഇല്ല. അലിഗഡ് യൂണിവേഴ്സിറ്റിക്കും ഇല്ല, ഈ കശ്മീരിലെ ബാബ ഗുലാം ഷാ ബാദ്ഷായ്ക്കും ഇല്ല. പക്ഷേ അവിടെ 25% സംവരണം മുസ്ലിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. കശ്മീരിൽ തന്നെയുള്ളൊരു മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് 25% മുസ്ലിം സംവരണം ഉണ്ട്. അപ്പോൾ ആ 25% ഹിന്ദു സംവരണം ഇവിടെ ഏർപ്പെടുത്തിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. ന്യായമായ ചോദ്യമാണ് അത്. അപ്പോൾ രജൗറിയിലും പൂഞ്ചിലും ഉള്ള ആളുകൾക്കാണ് ആ 25% സംവരണം. ആ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ബാബ ഗുലാം ഷാ ബാദ്ഷാ ഇല്ലേ, രജൗറി പൂഞ്ച് മേഖലകളിലുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൈഷ്ണവ് ദേവി മെഡിക്കൽ കോളേജില് ഉധംപൂർ, റീസി, ജമ്മു, ഈ ഹിന്ദുക്കളുള്ള മേഖലയുണ്ടല്ലോ, അവിടെ നിന്നുള്ള ഹിന്ദു വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് സംവരണം ആയിക്കൂടാ? ന്യായമായ ചോദ്യമല്ലേ ഇത്? അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളിലെ സ്ഥലമല്ലേ ജമ്മു കാശ്മീർ. ആ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മെഡിക്കൽ കോളേജിൽ ഹിന്ദുക്കൾക്ക് സംവരണം
ഈ 25% മറ്റിടത്ത് ഏർപ്പെടുത്തിയ പോലെ ഒരു സംവരണത്തിൻ്റെ മാനദണ്ഡം കൊണ്ടുവരണം എന്നാണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതിൽ ന്യായമുണ്ട് എന്ന് ഹിന്ദുക്കൾക്ക് തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. ശരിയല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.